രാവിലെ പൂരിയും ഉരുളൻകിഴങ്ങ് മസാല ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഓയിൽ ഒഴിച്ചിട്ട് കടുകും ഉഴുന്നുപരിപ്പ് ഇട്ട് അതിലേക്ക് സവാള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂട്ട് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടെ അതിൽ ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂട്ടൊന്ന് കുറച്ചൊന്ന് വാട്ടി വന്നോണ്ടേ അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത്രയിട്ട് അതൊന്ന് മസാലയുടെ പച്ചമണം പോയണേ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് അത് ചീനച്ചട്ടിയുടെ അടിക്ക് പിടിച്ചതുകൊണ്ട് ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് ഉരുളൻകിഴങ്ങ് ഞാനവിടെ കുക്കറിലൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഉടച്ചെടുക്കുക. നമ്മുടെ മസാല ഇവിടെ റെഡിയായി. അതിന് ശേഷം ഞാൻ പിന്നെ ചായയൊക്കെ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ഇച്ചിരി ഇഞ്ചിയൊക്കെ ഇട്ട് ഒരു ചായ ഇടുന്നുണ്ട്. അപ്പം ചായയൊക്കെ റെഡിയായി. അതുകൂടെ ഒന്ന് എടുക്കട്ടെ. അപ്പോൾ പിന്നെ പൂരി ഞാൻ ഇവിടെ ഇങ്ങനെ പരത്തി വെച്ചതിന് ശേഷം പിന്നെ ഓരോ പൂരി ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ചൂടോടെ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ പിന്നെ ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞായിരുന്നു. അതിനുശേഷം ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഓയിലൊഴിച്ച് കടുകും കറിവേപ്പിലയൊക്കെ ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് സവാള ഇട്ട് വഴറ്റി. അപ്പം ഞാൻ നാട്ടിൽ പോകുന്നതിൻ്റെ ആ സമയത്തായിരുന്നു ഈ വീഡിയോ എടുത്തത്. അപ്പം ഞാൻ ഉള്ളി അവിടെ വഴട്ടാനിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയപ്പോഴത്തേക്കിനും ഉള്ളി ഒന്നിച്ചിട്ട് നടുക്കി പിടിച്ച്. അപ്പം ഞാൻ ആ ഉള്ളി ഒന്ന് വേറൊരു ചട്ടിയിലോട്ടാക്കിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ചേർത്ത് നന്നായി വഴന്ന് വന്നിട്ട് ഇതിലേക്ക് മുട്ടയും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അരിയും കൂടെ കഴുകിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ചപ്പാത്തിയായിരുന്നു. ചപ്പാത്തിയും മുട്ടയും കൂടെ അവർക്കൊക്കെ കഴിക്കാനായിട്ട് കൊടുത്തു. അപ്പം മീൻ ഓർഡർ ചെയ്തത് ഇപ്പോഴാണ് വന്നത്. അപ്പോൾ അയല മീനായിരുന്നു. അവർ ഈ ചെകിളയൊക്കെ എടുത്ത് കളഞ്ഞ് എന്നാലും നമുക്ക് നമ്മുടേതായ രീതിയിൽ അത് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം ഞാനതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു 3-4 ഞാനൊന്ന് വറക്കാനായിട്ട് മസാല പുരട്ടി വെക്കുന്നുണ്ട്. അത് ഇപ്പോൾ വറക്കുന്നില്ല, വൈകുന്നേരം അത്താഴത്തേക്കിന് വേണ്ടിയേ വറക്കുന്നുള്ളൂ. അപ്പോൾ കറിക്ക് വേണ്ടി ഓയിലൊഴിച്ച് കടുകും ഉലുവയിട്ടതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും ചേർത്ത് അതൊന്ന് മൂത്ത് വന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ആ മസാല ഒന്ന് ലൂസാക്കി എന്നിട്ട് കുതിർത്ത് വെച്ചിരുന്ന പുളിവെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ആ അരപ്പൊന്ന് തിളച്ച് വരാറായണേ മീനും പറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവാപ്പൊടി ഇട്ട് കറിവേപ്പില ഇട്ടിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ മീനൊക്കെ ഇവിടെ തിളച്ച് വന്നു. ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം പിള്ളേർക്ക് വിശക്കുന്നെന്ന് പറഞ്ഞെണ്ണേ വെജ് പാറ്റീസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ബ്രെഡിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ച് അതൊന്ന് ടോസ്റ്റ് ചെയ്ത് അവർക്ക് ചായയുടെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം വൈകുന്നേരം ഞാൻ ആ മസാല പുരട്ടി വെച്ച മീനെടുത്ത് അത് വറക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കോവയ്ക്കയും ബീട്രൂട്ടും ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് ഉപ്പി പറ്റിച്ചെടുത്തായിരുന്നു. പിന്നെ അതിൻ്റെ മെഴുക്ക് പുരട്ടിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ വിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേക്കണേ. നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റിൽ അറിയിക്കണേ.